ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള ഒരു എഡിറ്റാണ്. ഈ ഒരു എഡിറ്റ് നമ്മൾ ഇൻഷോട്ട് ആപ്ലിക്കേഷനിലല്ല, പകരം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു എഡിറ്റാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ ആദ്യം സെലക്ട് ചെയ്യുക. അങ്ങനെ ഫോട്ടോൻ്റെ സൈഡിലോട്ടായിട്ട് തന്നെ ഒരു ആരോ ബട്ടൺ ഉണ്ടാവും. ആ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഡ്രോ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഡ്രോയിൽ തന്നെ നമുക്ക് 3 ഡോട്ട്സുകൾ മുകളിൽ കാണുന്നുണ്ടാവും. അതിൽ മാർക്കർ ചൂസ് ചെയ്തിട്ട് ഐ ഡ്രോപ്പ് ടൂൾ വെച്ചിട്ട് ഒരു കളർ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഡ്രസ്സിൻ്റെ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് അടുത്ത ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ. ഇവിടുത്തെ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇൻഷോട്ട് ആപ്ലിക്കേഷനിൽ ഔട്ട്ലൈൻ കൊടുത്തിട്ടാണ് കേട്ടോ. ഈ ഔട്ട്ലൈൻ എങ്ങനെ കൊടുക്കണമെന്നുള്ളത് കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്നതായിരിക്കും, അതിൽ കയറി കാണുക. സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഫോട്ടോ നമുക്ക് പല ഷേപ്പിലും കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് അവസാനം ഒന്ന് സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾ എന്തായാലും ഈ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഐഡിയ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എഡിറ്റിംഗ് വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. ഇവിടെ പല കളേഴ്സും കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആണ്, അല്ലെങ്കിൽ ഗ്രേ ഒരു ആഷ് കളറാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് സേവ് ആക്കിയതിന് ശേഷം വീണ്ടും ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് കട്ടൗട്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങളവിടെ കാണുന്നുണ്ടാവും. കട്ടൗട്ട് എടുക്കുക. കട്ടൗട്ടിൽ നിന്ന് എൻ്റെ ഗാലറിയിൽ നിന്ന് ഞാൻ എടുക്കുന്നത് ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു പിക്ചറാണ്. ഇതാണ് നമുക്ക് കട്ടൗട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തിട്ട് എവിടെയാണോ നിങ്ങൾക്ക് വെക്കേണ്ടത് വെച്ചാൽ അവിടെ വെക്കുക കേട്ടോ. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ യൂട്യൂബ് പേജും എന്തായാലും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പാട്ട് ഉൾപ്പെടെ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. ഒന്ന് കണ്ടിട്ട് വരിക കേട്ടോ.